നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ യാത്ര നോർത്ത് ഇന്ത്യയിലേക്കാണ്. യാത്ര ഇഷ്ടപ്പെടുന്ന ഏതൊരാളും സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ലീസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റിൽ ഒന്നായ നാഗാലാൻഡ്. ഇന്നത്തെ നമ്മുടെ യാത്ര തുടങ്ങുന്നത് അസമിലെ ഡിബ്രുഗഡ് എന്ന സ്ഥലത്തു നിന്നാണ്. നാഗാലാൻഡിലെ ക്യാപിറ്റലായ കൊഹിമ വരെയാണ് ഈ യാത്ര. ഡിബ്രുഗഡിൽ നിന്ന് ഏതാണ്ട് 300 കിലോമീറ്റർ മാറിയാണ് നാഗാലാൻഡിലെ ഏറ്റവും വലിയ സിറ്റിയായ ദീമാപൂർ ഉള്ളത്. ഇന്നത്തെ യാത്ര ദീമാപൂർ വരെയാണ്. നോർത്ത് ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തിലൂടെ യാത്ര ചെയ്താലും നമുക്കൊരിക്കലും ബോറടിക്കാറില്ല. വഴിയിൽ കാണുന്ന പ്രകൃതി ഭംഗിയാണ് അതിന്റെ കാരണം. ഇവിടെയുള്ള സിറ്റികളെല്ലാം അധികം വലിയ സിറ്റികൾ അല്ലാത്ത കാരണവും പ്രകൃതിയെ അതുപോലെ തന്നെ സംരക്ഷിക്കുന്നത് കാരണവുമായിരിക്കും ഈ പ്രകൃതി ഭംഗി അങ്ങനെ തന്നെ നിലനിൽക്കുന്നത്. നമ്മുടെ ഈ യാത്രയിലെ വഴിയും നല്ല ത്രില്ലിംഗ് ആണ്. നമ്പൂർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഇടയിലൂടെയുള്ള റോഡിലൂടെയാണ് നമ്മുടെ യാത്ര. വന്യമൃഗങ്ങളെയൊന്നും കാണാൻ കിട്ടിയില്ലെങ്കിലും രണ്ട് വശത്തും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മരങ്ങളുടെ ഇടയിലൂടെയുള്ള യാത്ര നല്ല രസമായിരുന്നു. നാഗാലാൻഡ് അതിൻ്റെ സമ്പന്നമായ ഗോത്ര സംസ്കാരത്തിന് പ്രശസ്തമാണ്. നാഗാ ഗോത്രങ്ങൾ അവരുടെ വ്യത്യസ്ത ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, ഉത്സവങ്ങൾ, ഭാഷകൾ, ഭക്ഷണരീതി, വസ്ത്രധാരണം എന്നിവ വഴി ഈ പ്രദേശത്തെ സാംസ്കാരിക വൈവിധ്യം സമ്പന്നമാക്കുന്നു. ഏതാണ്ട് 17 പ്രധാന ഗോത്രങ്ങളുണ്ട് നാഗാലാൻഡിൽ. ഈ നാഗഗോത്രങ്ങളുടെ വൈവിധ്യമാർന്ന പാരമ്പര്യങ്ങളും പൈതൃകവും പ്രദർശിപ്പിക്കുന്ന ഇവരുടെ ഫെസ്റ്റിവലാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ. ഈ ഫെസ്റ്റിവലിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. ഏതാണ്ട് 3 മണിയോടെ ദീമാപൂരിലെത്തി ഹോട്ടലിൽ ചെക്കിങ് ചെയ്തിട്ട് ആദ്യം ഇറങ്ങിയത് ദീമാപൂരിലെ പേരുകേട്ട ആ മാർക്കറ്റ് കാണാനായിരുന്നു. മനുഷ്യനെ പോയിട്ട് ബാക്കി എല്ലാ മാംസവും കിട്ടുമെന്നൊക്കെ കേട്ടിട്ടുള്ള ആ മാർക്കറ്റ്. ഇതാണ് ആ മാർക്കറ്റ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം കിട്ടുന്ന മാർക്കറ്റ്. ഇതുവരെ കാണാത്ത പല വെജിറ്റബിൾസും കാണാൻ കിട്ടിയെങ്കിലും എന്നെ അട്രാക്ട് ചെയ്തത് ഇതൊക്കെയാണ്. തവളയുടെ തന്നെ ചെറുതും വലുതുമായി പല പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അതിൻ്റെ സൈസ് അനുസരിച്ചായിരുന്നു റേറ്റ്. ഈ ചെറിയ തവളകളുടെ ഒരു പാക്കറ്റിന് 100 രൂപയാണ്. തവളകളുടെ ഫാമിംഗ് തന്നെ ഇവിടെ ഉണ്ട്. ഈ സാധനം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതും ചട്ടിയിൽ കയറാനുള്ളത് തന്നെ. ഉണക്കമീനിൻ്റെ ഷോപ്പാണിത്. ഈ സാധനം ഞാൻ കരുതുന്ന സാധനമാണോ എന്ന് എനിക്കറിയില്ല. കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത് ഫ്രൂട്ട്സ് മാർക്കറ്റ്. ഇതാണ് നാഗാലാൻഡ് ഹോർനെറ്റ്. ഇതിൻ്റെ ഒരു കൊത്തു കിട്ടിയാൽ 3 ദിവസം വരെ പനി അടിച്ചു കിടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിൻ്റെ കൂടാണ് ഈ കാണുന്നത്. ഒരു കൂടിന് തന്നെ 4500 മുതൽ 6000 രൂപ വരെ വിലയുണ്ട്. ഇത് കഴിച്ചാൽ ഒരുപാട് മെഡിസിനൽ ബെനിഫിറ്റ് ഉണ്ടെന്നാണ് കേട്ടത്. ഇനി കാണാൻ പോകുന്നതാണ് ഇന്ത്യയിലെ വേറൊരു മാർക്കറ്റിലും കിട്ടാത്ത ഒരു സാധനം. ഈ കാണുന്നതെല്ലാം കട്ട് ചെയ്യാനും വിൽക്കാനുമായി വെച്ചിട്ടുള്ള പട്ടികളാണ്. പട്ടികളുടെയും ഫാം ഹൗസ് ഇവിടെ ഉണ്ടെന്നാണ് കേട്ടത്. പക്ഷേ നമ്മളെപ്പോലെ വളർത്താനല്ല. 1 കിലോയ്ക്ക് 500 രൂപ മുതൽ 800 രൂപ വരെയാണ് റേറ്റ്.
മുഴുവനായാണ് വാങ്ങുന്നതെങ്കിൽ 4000 മുതൽ 6000 വരെ റേറ്റ് ഉണ്ട്. പട്ടുനൂൽ പുഴുവിൻ്റെ ഉപയോഗം എന്താണെന്ന് നമുക്കറിയാം. ആ പുഴു സിൽക്ക് തരാതായാൽ എന്ത് ചെയ്യും? അവരെയും ചട്ടിയിലാക്കും. 1 കിലോയ്ക്ക് 700 രൂപ മുതൽ 1000 രൂപ വരെ വിലയുണ്ട്. നമ്മൾ ഉള്ളിയും തക്കാളിയും ഒക്കെ ചികഞ്ഞ് തൂക്കിയെടുക്കും പോലെ ഇവർ ഇന്ന് ചട്ടിയിലാക്കാനുള്ള പുഴുക്കളെ സെലക്ട് ചെയ്യുകയാണ്. ഇത് ക്ലോത്ത് മാർക്കറ്റ്. നാഗാലാൻഡ് ഒരു ട്രൈബൽ സ്റ്റേറ്റ് ആയതുകൊണ്ട് അവർ ഡ്രസ്സിംഗ് സെൻസിലും ജീവിത രീതിയിലുമൊക്കെ പുറകിലാണെന്ന് കരുതിയെങ്കിൽ തെറ്റി. ഈ മാർക്കറ്റിലൊക്കെ നല്ല നിലവാരമുള്ള എന്നാൽ റീസണബിൾ ആയിട്ടുള്ള ഡ്രസ്സും ഫുട്വെയറും ഒക്കെ കിട്ടും. മ്യാൻമാറിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള തുണികളും ബാഗുകളും ഒക്കെ കിട്ടുന്ന ഒരു ലോക്കൽ മാർക്കറ്റാണ് ഇത്. ദീമാപൂർ മാർക്കറ്റിലെ വിശേഷം ഇവിടെ തീരുന്നു. ഇനി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളത് കൊഹിമയാണ്. അടുത്ത ദിവസം രാവിലെ തന്നെ നേരെ കൊഹിമയിലേക്ക് യാത്ര തുടങ്ങി. ഈ യാത്രയിലും റോഡെല്ലാം അടിപൊളിയാണ്. നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ച് വണ്ടി ഓടിക്കാൻ പറ്റിയ റോഡ്. ഇത് കൊഹിമ സിറ്റിയാണ്. ഒരു ഹില്ലി ടൗൺ ആയത് കാരണം റോഡൊക്കെ ഇത്തിരി കൺജസ്റ്റഡ് ആണ്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇവിടുത്തെ ഡ്രൈവേഴ്സൊക്കെ വളരെ ഡീസൻ്റ് ആണ്. വെറുതെ ഹോണടിച്ച് ഡിസ്റ്റർബ് ചെയ്യുകയോ തെറിവിളിക്കുകയോ ചെയ്യാറില്ല. വണ്ടിയോ ആളോ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ അവർ ക്രോസ് ചെയ്തതിന് ശേഷം മാത്രമേ അവർ മുന്നോട്ട് പോകാറുള്ളൂ. നമ്മുടെ നാട്ടിലെ അവസ്ഥ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. കിസാമ വില്ലേജിന് അടുത്തുള്ള ഒരു ഹോം സ്റ്റേ ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. കിസാമ വില്ലേജ് എന്താണെന്ന് അറിയില്ലെങ്കിൽ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുക, ഞാൻ പറഞ്ഞു തരാം. ജാഫു പീക്ക്, സൂക്കോ വാലി എന്നിങ്ങനെയുള്ള ട്രെക്കിംഗ് ഡെസ്റ്റിനേഷൻസും ഇതിനടുത്ത് തന്നെ ഉണ്ട്. കൊഹിമയിൽ ആദ്യമായിട്ട് പോയത് അവിടുത്തെ കത്തോലിക് കത്തീഡ്രലാണ്. വളരെ വലുതും ഫേമസുമായ ഈ കത്തീഡ്രൽ കൊഹിമ വിസിറ്റ് ചെയ്യുന്ന എല്ലാവരുടെയും വിസിറ്റിംഗ് ലിസ്റ്റിൽ ഉണ്ടാവാറുള്ളതാണ്. ഇവിടെ നിന്നുള്ള വ്യൂവും അടിപൊളിയാണ്. ഇവിടെ നിന്ന് കൊഹിമ സിറ്റി മുഴുവനായിട്ട് ആസ്വദിക്കാനും കഴിയും. കൊഹിമ വിസിറ്റ് ചെയ്യുന്നവർ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് കൊഹിമ ആർട്ട് ആൻഡ് കൾച്ചർ മ്യൂസിയം. നാഗാ ഗോത്രങ്ങളുടെ സംസ്കാരത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ മ്യൂസിയം സഹായിക്കും. പക്ഷേ ഹോളിഡേ ആയത് കാരണം എനിക്ക് ആ ലക്ക് ഇല്ലാതെ പോയി. വേൾഡ് വാർ 2 വീരമൃത്യു വരിച്ച സൈനികർക്കായി സമർപ്പിച്ച കൊഹിമ വാർ മെമ്മോറിയൽ ആണ് ഇത്. ഇത് കൊഹിമയിലെ മാർക്കറ്റാണ്. ദീമാപൂരിൽ കണ്ട അതേ സാധനങ്ങളൊക്കെ ഇവിടെയും അവൈലബിൾ ആണ്. അവിടെ കാണാത്ത കുറച്ച് സാധനങ്ങളാണ് ഇവയൊക്കെ. ഈ വെള്ള എലികളെ വളർത്താനാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഒരുപാട് മെഡിസിനൽ ബെനിഫിറ്റ് ഉണ്ടെന്നും അതുകൊണ്ട് കഴിക്കാനാണെന്നും ആണ് അറിയാൻ കഴിഞ്ഞത്. ഇതൊക്കെ കണ്ടിട്ട് നമ്മളൊരു പെറ്റ് ഷോപ്പിലാണെന്ന് വിചാരിക്കരുത്. ഇതെല്ലാം കഴിക്കാനുള്ളത് തന്നെ.
അവിടെ നിന്ന് പോയത് ഒരുപാട് കാത്തിരുന്ന ആ വില്ലേജിലേക്കാണ്, കിസാമ വില്ലേജ്. ലോകപ്രസിദ്ധമായ ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലമാണിത്. നാഗാലാൻഡിലെ എല്ലാ ട്രൈബൽ കമ്മ്യൂണിറ്റികളും അവരുടെ കൾച്ചറും ജീവിതശൈലിയുമൊക്കെ കാണിക്കുന്ന ഒരു ഫെസ്റ്റിവലാണിത്. ഓരോ ട്രൈബൽ കമ്മ്യൂണിറ്റിയും അവരുടെ വീടിൻ്റെ മോഡലുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഡിസംബർ മാസത്തിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്ന ഒരു ആഘോഷം ആണ് ഇത്. ഇത് കാണാൻ ലോകത്തിൻ്റെ പല ദിക്കിൽ നിന്നും ആൾക്കാർ വരാറുണ്ട്. ഇനി നിങ്ങൾക്കാർക്കെങ്കിലും ഈ ഫെസ്റ്റിവൽ സമയത്ത് ഇങ്ങോട്ട് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ വളരെ നേരത്തെ തന്നെ റൂമൊക്കെ ബുക്ക് ചെയ്യണം കേട്ടോ. കാരണം ആ സമയത്ത് ഇവിടെ തിരക്ക് കാരണം റൂമുകളൊന്നും കിട്ടാറില്ല. അങ്ങനെ കിസാമ വില്ലേജിൻ്റെ വിശേഷത്തോടുകൂടി ഈ നാഗാലാൻഡ് ടൂർ അവസാനിക്കുകയാണ്. ഇതുപോലത്തെ ഒരു ടൂർ വീഡിയോ അല്ലെങ്കിൽ ഒരു ട്രെക്കിംഗ് വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.